ഓഫീസിൽ പോയില്ലേ? വേണ്ട, ഇരുന്നോളൂ. ഞാൻ വീട്ടിലൊന്ന് പോവാ. ഞങ്ങൾക്ക് താമസിക്കാനാണ് വീട് ഒഴിപ്പിക്കുന്നതെന്ന് ഞാൻ ചുമ്മാ നുണ പറഞ്ഞതാ. വിൽപ്പനയായിരുന്നു എന്റെ ഉദ്ദേശം. എന്റെ പ്രശ്നങ്ങള് ഞാനിവിടെ ആരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. കടത്തിൽ മുങ്ങി എല്ലാം നശിക്കുന്നതിന് മുമ്പ് ഒരു അവസാന ശ്രമം നടത്താൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാ. ഇനിയിപ്പോ ഞാനതൊരു പ്രശ്നമാക്കുന്നില്ല. ഇതുവരെ നുണ പറഞ്ഞ പോലെ അല്ല, സത്യമാണ് കേട്ടോ. അച്ഛനുള്ളപ്പോ തന്നെ കുറെ കടങ്ങളുണ്ടായിരുന്നു. എനിക്കതൊന്നും വീട്ടാനൊത്തില്ല. ശ്രമിക്കാഞ്ഞിട്ടല്ല, നടന്നില്ല. 2 സഹോദരിമാരുടെ കല്യാണം നടത്തി. അച്ഛനില്ലല്ലോ എന്നൊരു തോന്നൽ അവർക്കുണ്ടാകരുതെന്ന് കരുതി വലിയ ആർഭാടത്തോടെ തന്നെ നടത്തി. കുറച്ചു ദുരഭിമാനം കൂടി ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കൊള്ളൂ. സ്വന്തം ഞാൻ ചെറിയൊരു പ്രശ്നത്തിലാ രാജേന്ദ്ര. എനിക്കിവിടെ മറ്റു പരിചയക്കാരാരുമില്ല. ശല്യപ്പെടുത്തലാണെന്നറിയാം. അമ്മയും പെങ്ങളും ഉണ്ട് കാറില്. ഇവരെ കൊണ്ട് എവിടെ പോവാ നീ? എനിക്കും അതറിയില്ല. അതാ എന്റെ പ്രശ്നം. അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്കിതൊരു അമ്മയ്ക്ക് ഒരു മനസ്സമാധാനവും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എന്താ ഉണ്ടായത്? ഒരു തറവാടിന്റെ വേര് പിഴുതെടുത്തു വന്നിക്കാൻ ഞാൻ. എന്റെ വീട് പോയി, കടക്കാരെല്ലാം കൊണ്ടുപോയി. ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്ന വീട് ഒഴിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അത് ആ കുടുംബത്തെ കൂടെ കണ്ണീര് കുടിപ്പിക്കലാവും. നീ എനിക്ക് വാടകയ്ക്കൊരു വീട് ഏർപ്പാട് ചെയ്ത് തരണം. പക്വത എത്തുന്നതിന് മുമ്പ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. അതിന്റെ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഞാൻ മനസ്സിലാക്കി വരുമ്പോഴേക്ക് വൈകിപ്പോയി. അമ്മ ഇറങ്ങി വരൂ. എന്റെ വീടാണ്, അകത്തോട്ടിരിക്കാം. അമ്മയ്ക്ക് മനസ്സിലായ രാജേന്ദ്രൻ? അകത്തേന്നിരുന്നോളൂ. ഉപചാര വാക്കായിട്ട് പറയല്ല. സിൻസിയറായിട്ടുള്ള ഒരു സുഹൃത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ വേണമല്ലോ ഒരാളെ ആശ്വസിപ്പിക്കാൻ. വാടക വീട് എപ്പോ കിട്ടും എന്നോർത്ത് വിഷമിക്കണ്ട. ഞാനിവിടെ തനിച്ചാണെന്ന് അറിയാലോ. അമ്മേ, അമ്മേ, മീര, മീര. ആ, നിങ്ങൾ വന്നോ? അവര് വീട് ഒഴിഞ്ഞു പോയി. നിങ്ങൾക്ക് വരാൻ വേണ്ടി താക്കോലിനെ ഏൽപ്പിച്ചിരിക്കുക. അവരെവിടെ പോയി? എങ്ങോട്ടാണെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല. മീര, താക്കോല് കിട്ടി. എന്നെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ അല്ലേ? അതല്ല, എന്നായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയല്ലേ പറ്റൂ. ആ വീടുമായിട്ടുള്ള ബന്ധം അത്ര പെട്ടെന്ന് മീരയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ആ വീട്ടിലെ ഓരോ മുറിയിലും മീരയുടെ അച്ഛനുള്ളതായി മീര വിചാരിക്കാറില്ലേ? സാരമില്ല, അതൊക്കെ വെറുതെയുള്ള തോന്നലുകളല്ലേ. അല്ല, ആ വീടിനോട് എന്നേക്കാൾ കൂടുതൽ അടുപ്പം മീരയ്ക്കുണ്ട്. നിങ്ങൾ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത് എന്ന് പറയാനാണ് ഞാൻ വന്നത്. ഇതൊരു അപേക്ഷയായിട്ട് കരുതിക്കോളൂ. നിങ്ങൾ
ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങൾ? എന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, കടങ്ങളൊക്കെ വീടി. ഇനി ആദ്യം മുതൽ തുടങ്ങണം. തറവാട് ജപ്തി ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ച് രൂപ കിട്ടി. അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ്. അതൊന്നും സാരമില്ല. ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതും അടുപ്പിക്കുന്നതെല്ലാം. ഞാനൊരു കാര്യം ചോദിച്ചാൽ മീരയ്ക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു. എന്താണ്? നമുക്ക് രണ്ടു കൂട്ടർക്കും തല ചായ്ക്കാൻ ഒരിടം ആവശ്യമാണ്. പരസ്പരം എല്ലാം അറിയാവുന്ന നിലയ്ക്ക് നമുക്കൊരു പുതിയ തീരുമാനം എടുത്തൂടെ? എന്റെ അമ്മ, അനിയത്തി, മീരയുടെ അമ്മ, മോനു, ദീപമോൾ, ഞാനും മീരയും നമുക്കൊരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചൂടെ? ജീവിതം അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. വർഷങ്ങൾ എത്രയോ ബാക്കിയുണ്ട്. ഈ വീട് ഇനി എന്റേതോ മീരയുടേതോ അല്ല, നമ്മുടേതാണ്. വരൂ.